സുധാകരനോ സണ്ണി ജോസഫോ ഇനി അതൊന്നുമല്ലെങ്കിൽ ആന്റണിയോ രാഹുൽ ഗാന്ധി തന്നെയോ നേരിട്ട് വന്ന് കേരളത്തിന്റെ കോൺഗ്രസ് ഭരണം ഏറ്റെടുത്താലും ഒരു ചുക്കും ഇടതുപക്ഷ സർക്കാരിനില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ടി രാമകൃഷ്ണൻ. കെ സുധാകരന്റെ വാദങ്ങളൊന്നും കേട്ടിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് യാതൊരു വിറയലും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും കോൺഗ്രസിന്റെ ഉയർന്ന തലങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും ജനങ്ങൾ വളരെ പരിഹാസത്തോടെയാണ് കേൾക്കുന്നത് എന്നും അവർ അതിന് തീരെ പരിഗണന കൊടുക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസുകാർ പോലും ഹൈക്കമാൻഡ് പറയുന്ന വാക്കുകൾക്ക് വില കൊടുക്കാതിരിക്കുമ്പോൾ പിന്നെ പൊതുജനം എന്തിന് അതിന് വലിയ പ്രാധാന്യം കൊടുക്കണമെന്നും അദ്ദേഹം ചോദിച്ചു. കെ സുധാകരൻ എന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവിനെ ചവിട്ടി പുറത്താക്കിയിട്ട് പുതിയ ഒരാളെ പിടിച്ച് സ്ഥാനത്തിരുത്തി യുവ നേതാക്കന്മാർ ഒക്കെ കൂടി ഭരണം കൈയാളി ആന്റണിക്ക് KPCC പദവി കൊടുക്കാമെന്ന് പറഞ്ഞ് ഒടുവിൽ ഇല മടക്കി പറഞ്ഞു വിട്ടു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള തർക്കവും അൻവറിനെ പാർട്ടിയിലേക്ക് എടുക്കണോ വേണ്ടേ എന്നുള്ള ചർച്ചകളും അവസാനിച്ചിട്ടില്ല. ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അതിരൂക്ഷമായ പ്രശ്നങ്ങളും അസ്വാരസ്യങ്ങളും നിലനിൽക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നതൊക്കെ ഒരു കോമഡി സ്കിറ്റ് കാണുന്ന ലാഘവമാണുള്ളത്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും കേരളത്തിൽ മതവികാരം ഉണർത്തി വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന SDPIയെയും ജമാഅത്തെയും പോലെയുള്ള പാർട്ടികളെ ഒക്കെ മുസ്ലിം ലീഗിന്റെ ഭാഗമാക്കുന്നു എന്നുള്ള വാദത്തിനോട് കോൺഗ്രസ് മൗന സമ്മതം കൊടുത്തിരിക്കുകയാണെന്നുമാണ് ടി രാമകൃഷ്ണൻ പറഞ്ഞത്. ക്രിസ്തീയ വോട്ടുകൾ പിടിക്കാനാണ് സണ്ണി ജോസഫിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയെയോ തന്നെ KPCC പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ച് കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയത്. ജാതിക്കും മതത്തിനും അതീതമായി വർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ കേരളത്തിലും ഇത്തരം ഭിന്നിപ്പുണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നടക്കുന്ന കോൺഗ്രസുകാരെ ശക്തമായി വിമർശിക്കുകയാണ് ടി ചെയ്തത്. സുധാകരനെ മാറ്റിയാലും പകരം സണ്ണി ജോസഫിനെ കൊണ്ടുവന്നാലും മൂന്നാം വട്ടവും കേരളത്തിന്റെ തുടർഭരണം പിണറായി സർക്കാരിന്റെ കയ്യിലിരിക്കുമെന്നും അതിനുള്ള വെള്ളം കോൺഗ്രസുകാർ തിളയ്ക്കാൻ വെച്ചത് വെറുതെയാണ് എന്നും പറയാതെ പറയുകയാണ് ടി രാമകൃഷ്ണൻ ചെയ്തത്. 10 വർഷം കൊണ്ട് കേരളത്തിൽ പിണറായി സർക്കാർ നടത്തി വന്ന വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും പറ്റിയുള്ള വ്യക്തമായ ധാരണ പൊതുജനത്തിനുണ്ട്. ഇനി സ്ഥിരതയില്ലാത്ത കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കൊണ്ടുവന്നാൽ കേരളത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാകുമെന്ന ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും കേരളത്തിന്റെ വോട്ട് നേടി അധികാരത്തിൽ വരാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. അതിനുവേണ്ടി നടത്തുന്ന അഴിച്ചുപണികളൊക്കെ വെറും പാഴ്വേലയാണെന്നും അതുകൊണ്ടൊന്നും കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ഈ ജന്മം കഴിയില്ല എന്നുമുള്ള ശക്തമായ താക്കീതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പിണറായി സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളിലെ ജനബാഹുല്യം കണ്ടാൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ എത്ര കണ്ട് ഇടതുപക്ഷ ഭരണത്തിൽ തൃപ്തരാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണെന്നും അത് വോട്ടുകളായി മാറി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ പിണറായി സർക്കാരിന്റെ പേരിന് നേർക്കു തന്നെ രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കേരള രാഷ്ട്രീയത്തെ ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയല്ല കോൺഗ്രസ് എന്നും ഒരിക്കലും കോൺഗ്രസ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തരായ എതിരാളികളല്ല എന്നും ടി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ലീഗിന്റെ നിലപാടുകളോട് ഇടതുപക്ഷത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നും ലീഗിനോടുള്ള ഇടതുപക്ഷത്തിന്റെ നിലപാടിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ ആദ്യം അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ മാറ്റാൻ തയ്യാറാകണമെന്നും ടി രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പിണറായി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയാണ് കെ സുധാകരനെ വലിയ കൊട്ടും കുരവയുമായി KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പിടിച്ചിരുത്തിയത്. എന്നിട്ട് ആ സുധാകരനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്ര ഒച്ചപ്പാടും ബഹളവുമാണ് കോൺഗ്രസിനുള്ളിൽ നടന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ ഒരുവിധം അനുനയിപ്പിച്ച് കെ സുധാകരനെ പുറത്താക്കി സണ്ണി ജോസഫിനെ പിടിച്ച ആ സ്ഥാനത്ത് അവരോധിക്കാനുള്ള നടപടികൾ തകൃതിയായി നടക്കുകയാണ്. ഇത് സൂചിപ്പിച്ച മാധ്യമ പ്രവർത്തകരോട് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നും അത് വിലയിരുത്തുന്നുണ്ട് എന്നും അവർക്ക് കോൺഗ്രസിന്റെ ഈ നടപടികൾ കാണുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ സ്ഥിരതയെ പറ്റിയുള്ള ബോധ്യം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി സർക്കാരിനെ താഴെ ഇറക്കുമെന്ന അതേ മുദ്രാവാക്യം ഏറ്റുപിടിച്ചു തന്നെയാണ് സണ്ണി ജോസഫ് നാളെ അധികാരത്തിൽ എത്താൻ പോകുന്നത്. ഇനി അടുത്ത തുടർഭരണം കൂടി പിണറായി സർക്കാരിന് കിട്ടുമ്പോൾ സണ്ണി ജോസഫിനെ താഴെ ഇറക്കാനും പകരം ആരെ മുകളിലേക്ക് ഉയർത്തണമെന്ന കാര്യം തീരുമാനിക്കാനും കേരളം വീണ്ടും ഇതേപോലെയുള്ള കോൺഗ്രസുകാരുടെ നീണ്ട നാളത്തെ ചേരിപ്പോരിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും.